ഇന്ന് നമുക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ നല്ല അടിപൊളി ഒരു ഊണ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചെമ്മീനും മാങ്ങയൊക്കെ വെച്ചിട്ട് നല്ലൊരു ചമ്മന്തിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുവെക്കുക. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് അധികം പണികളുണ്ടായിരുന്നു. നമുക്ക് കാറ്ററിംഗ് ഒക്കെ കഴിഞ്ഞാലേ പിന്നെ അവിടുന്ന് കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാവും കഴുകാൻ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് ഒക്കെ കഴിഞ്ഞ് കിച്ചണിക്ക് വന്നപ്പോൾ നേരെ ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ വേഗം അടുപ്പ് എത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് പിന്നെ മീനുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ അത് ഐസ് ഇടാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ എടുത്ത് വെച്ചിന് കേട്ടോ. അപ്പോൾ അത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളരിക്കൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളരിക്കൻ്റെ തൊലിയൊക്കെ കളഞ്ഞതാ ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 4 പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അതാ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ 2 വിസിൽ വാങ്ങിട്ടോ, 2 വിസിലടിച്ചാൽ വേവും. പിന്നെ അരിയൊക്കെ കഴുകി വെച്ചിനി. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തു. അതേപോലെ മീനിലും മസാലയൊക്കെ തേച്ച് വെച്ചു. ഇനി നമ്മൾ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം. കുക്കർ വിസിലടിച്ച് വാങ്ങി വെച്ചിട്ട് വേഗം അതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴുകി വെച്ച ചെമ്മീനാട്ടോ, കഴുകി ഉണക്കി വെച്ച ചെമ്മീനാണ്. അപ്പോൾ കഴുകിയിട്ടില്ലെങ്കിൽ നല്ലോണം കഴുകിയെടുക്കണം, നല്ല അഴുക്ക് ഉണ്ടാവും ചെമ്മീനിൽ. അപ്പോൾ അത് വറുത്ത് വെച്ചു. പിന്നെ ആ ചട്ടിക്ക് തന്നെ അതാ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിരിയൻ മുളകാണ്, അതുകൊണ്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. എരിവ് കുറവാണ്. അപ്പോൾ എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർക്കുക. അങ്ങനെ അത് ചൂടാക്കാൻ വെച്ചു. പിന്നെ മാങ്ങ ചെത്തിയെടുത്തതിൻ്റെ ഇടയിൽ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ്റെ തലയും വാലൊക്കെ കളഞ്ഞ് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ആ ഉണക്കമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ അതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങയും ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയതും ചേർത്ത് കൊടുത്തു. കുറച്ച് കാശ്മീരി മുളക് പൊടി ഉപ്പ് ഇട്ട് കൊടുത്തു. ഇതാ ചമ്മന്തി അരച്ചെടുത്തിട്ടോ. നമ്മൾ അമ്മിമേൽ അരച്ച പോലെ കിട്ടിയിട്ടുണ്ട്. നല്ല തരിതരിയായിട്ട് കിട്ടണം. അങ്ങനെ മാങ്ങൻ്റെ കഷ്ണങ്ങളൊക്കെ കടിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചമ്മന്തി ആയി. പിന്നെ അതാ കറിക്കുള്ള തേങ്ങ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് തേങ്ങയും ചെറിയ ഉള്ളി നല്ല ജീരകം വെളുത്തുള്ളി ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചോറ് വന്ന് അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അവിടെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇനി കറി റെഡിയാക്കി എടുക്കുക. അപ്പോൾ കറി വെള്ളരിക്ക കറി വെന്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കിയാലോ. അപ്പോൾ അരപ്പൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ആ ഒരു ജാർക്ക് തന്നെ കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തിട്ടേ ഒന്നും ഇങ്ങോട്ട് അടിച്ചെടുത്തിട്ട് അതും ഒഴിച്ചു കൊടുത്തിട്ടോ. അങ്ങനെ കറി ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഉപ്പേരി വേണമല്ലോ. അപ്പോൾ പയറുണ്ടായിരുന്നു, അത് വേഗം കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ആ ചട്ടി തന്നെ ഒന്ന് കഴുകിയിട്ട് അതിൽ തന്നെയാണ് കേട്ടോ പയറുപ്പേരി ഉണ്ടാക്കുന്നത്. വേറെ പാത്രം ഇല്ലായിട്ടല്ല കേട്ടോ, പാത്രം കഴുകാൻ പഠിച്ചിട്ടേ. പിന്നെ ഈ ചീനച്ചട്ടിനോട് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അധികം കുക്കിംഗ് ഊതി തന്നെയാണ് ചെയ്യൽ. മീൻ വറുക്കാനൊക്കെ നല്ലതാണ്, അതേപോലെ ഉപ്പേരി ഉണ്ടാക്കാനും എല്ലാത്തിനും നല്ലതാട്ടോ. അങ്ങനെ ഉപ്പേരി അടുപ്പത്ത് വെച്ചു. പിന്നെ അതാ കുക്കറിന്ന് കറി ഞാനൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ വറവ് ഇട്ടെടുത്തിട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ വെള്ളരിക്ക് ഇതുപോലെ മോരുകറിയാക്കി ഉണ്ടാക്കിയാൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ലോങ് വീഡിയോ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ, കാണാൻ താല്പര്യമുള്ളവർ കണ്ടുനോക്കുകൊണ്ട്. പിന്നെ പയറുപ്പേരി ആയിട്ടുണ്ടേനും. അപ്പോൾ അതും ഒരു പാത്രത്തേക്ക് മാറ്റി. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ ഊണ് റെഡി ആയിട്ടുണ്ട്. മീൻ വറുത്തതും ഒക്കെ ആയല്ലോ. ചമ്മന്തി ആയി. ചമ്മന്തി അടിപൊളി ടേസ്റ്റ് ആട്ടോ, ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. പിന്നെ അതാ ഒരു വാഴൻ്റെ എടുത്തിട്ട്, വാഴൻ്റെ ഞാൻ വാട്ടിയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ പൊതിച്ചോറാക്കി കെട്ടിയാൽ മതിനും. അപ്പോൾ വാഴൻ്റെലേക്ക് ചോറൊക്കെ വിളമ്പിയാണ്ട് നമ്മൾ ഐഫക്കുട്ടിക്ക് കൊടുത്തിട്ടോ. പിന്നെ ഇതിൽ മാങ്ങാച്ചാറും ഈത്തപ്പഴച്ചാറും ഒക്കെ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.